നവോദയ സൈനിക സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് എൻട്രൻസ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായൊരു ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിവിസിബിലിറ്റി റൂളിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഡിവിസിബിലിറ്റി റൂള് 2, 3, 4, 5, 6, 7 വരെ ഡിവിസിബിലിറ്റി റൂള് ഞാൻ ഇതിന് മുന്നുള്ള ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് ഇനി എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഡിവിസിബിലിറ്റി ബൈ 8 കൊണ്ട് എങ്ങനെയാണ് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള റൂൾ എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 8, ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവിസിബിൾ ആണോ, അത് ഡിവൈഡ് ചെയ്യാതെ തന്നെ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാതെ തന്നെ അത് ഡിവിസിബിൾ ആണോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് 8 കൊണ്ട് ഡിവിസിബിൾ ആണോ അറിയാൻ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100, അതായത് ഒറ്റയുടെയും 10ൻ്റെയും 100ൻ്റെയും സ്ഥാനത്ത് കിടക്കുന്ന നമ്പറിനെ, ഒറ്റയുടെയും 10ൻ്റെയും 100ൻ്റെയും സ്ഥാനത്ത് കിടക്കുന്ന, അതായത് 3 നമ്പറിനെ, അവസാനത്തെ 3 നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിന് 8ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. അപ്പോൾ എത്ര വലിയ നമ്പറാണെങ്കിലും ലാസ്റ്റ് കിടക്കുന്ന 3 ഡിജിറ്റ്സ് എടുത്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് കിടക്കുന്ന 3 ഡിജിറ്റ്സിനെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 352, അതാണല്ലോ 1s, 10s, 100 പ്ലേസ് കിടക്കുന്ന നമ്പർ 352 ആണ്. ആ 352-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 4 8s are 32, 3 32, 4 8s are 32. ഇപ്പോൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ 6352-നെ 8 കൊണ്ട് ഡിവിസിബിളാണ്. ഇനി ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ എഴുതിയിടാം, നിങ്ങൾ ചെയ്ത് നോക്കുക. 23,532, അതായത് ഈ 3 ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. അവസാനം കിടക്കുന്ന ഈ 3 ഡിജിറ്റ് മാത്രം എടുത്ത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1,55,752. ഇത് ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. 8ൻ്റെ ഡിവിസിബിലിറ്റി. ഇനി ഡിവിസിബിലിറ്റി ബൈ 9 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. 9 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് നോക്കാം. 9, ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 9. അടുത്ത ഡിവിസിബിലിറ്റി ബൈ 9, ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ 3യുടെ ഡിവിസിബിലിറ്റി റൂള് പഠിച്ചായിരുന്നു. 3യുടെ ഡിവിസിബിലിറ്റി റൂള് തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടി കൂട്ടി നോക്കി കഴിയുമ്പോൾ ആ കൂട്ടി നോക്കിക്കുന്ന ഡിജിറ്റിൽ 9ൻ്റെ ടേബിളിൽ അല്ലെങ്കിൽ 3യുടെ ടേബിളിൽ വന്നാൽ ആ നമ്പറിനെ 3 കൊണ്ട് ഡിവിസിബിളാണ്. അതേ റൂള് തന്നെയാണ് ഇവിടെ 9നും. നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പറിൻ്റെ ഡിജിറ്റുകളെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക. അതായത് അക്കങ്ങൾ, ആ നമ്പറിൽ, ആ സംഖ്യയിലുള്ള അക്കങ്ങളെല്ലാം കൂടി പ്ലസ് ചെയ്ത് കിട്ടുന്ന സമ്മ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന് ഡിവിസിബിൾ ആണ്. 30 ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്മ്. ഈ 30 എന്നുള്ള സമ്മ് 9ൻ്റെ ടേബിളിൽ വരുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 3253, ഇതും 3 + 2 + 5 + 3 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 13 ആണ് ഇതിൻ്റെ ഇതിൽ വരുന്ന നമ്പർ. അതായത് ഇത് 6255 എന്നുള്ള നമ്പറെ നമുക്ക് നോക്കാം. 6 + 2 + 5 + 5 = 18. അപ്പോൾ 18 എന്നുള്ളത് ഇതിൻ്റെ ടേബിളിൽ വരുന്നുണ്ട്, 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. അതിന് ഡിവിസിബിളാണ്. ഇനി ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ഇവിടെ ഇടാം. 9ൻ്റെ ഡിവിസിബിലിറ്റി റൂള് ആപ്ലിക്കബിൾ ആണോ നിങ്ങൾ നോക്കുക. വീണ്ടും കേട്ട് ഈ കാര്യങ്ങൾ ഹൃദയസ്ഥാക്കണം. 3523, 62,825, 59,536. ഇതെല്ലാം 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുക.
ഇനി ടെന്നിൻ്റെ ഡിവിസിബിലിറ്റി റൂള് അതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നൊരു റൂളാണ്. 10ൻ്റെ ഡിവിസിബിലിറ്റി റൂള്. ഡിവിസിബിലിറ്റി ബൈ 10. ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 0 വന്നാൽ ആ നമ്പർ 10 കൊണ്ട് ഡിവിസിബിളാണ്. 5623 ഇത് അല്ല, 10 കൊണ്ട് ഡിവിസിബിൾ അല്ല. 56,230 ആണെങ്കിലോ ഇത് കൊണ്ട് ഡിവിസിബിളാണ്. അതായത് ഒരു നമ്പറിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 0 വന്നാൽ ആ നമ്പർ 10 കൊണ്ട് ഡിവിസിബിളാണ്. ഇന്ന് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാ ദിവസവും കുറേശ്ശെ എടുത്തില്ലെങ്കിൽ കുറച്ചായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുന്നുള്ള ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി റൂള് എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.